ഉയിർപ്പുകാലം 5-ാം വെള്ളി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ആന്തരിക ശുദ്ധി. സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ആന്തരിക ശുദ്ധി പാലിക്കുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ്. എന്റെ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഉൾവിളി എല്ലാവരുടെയും ഹൃദയത്തിൽ ദൈവം നിക്ഷിപ്തമാക്കിയിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴും നമ്മുടെ മനസ്സാക്ഷിയിലൂടെ അത് ഓർമ്മിപ്പിച്ചു തരുന്നുമുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉച്ചത്തിലും ഇമ്പത്തിലും മുഴങ്ങി കേൾക്കുന്നത് വിപരീത ശബ്ദങ്ങളാണ്. പലരും അതിന് വശംവദരായിത്തീരുന്നു. അന്ധരായ അവരെ അന്ധർ നയിക്കുന്നു. അവസാനം രണ്ടു കൂട്ടരും കുഴിയിൽ വീഴുന്നു. അവരെ അന്ധതയിലേക്ക് നയിക്കുന്നത് പിശാചാണ്. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ അവൻ വന്ന് വിതകളോടൊപ്പം കളകളും വിതയ്ക്കുന്നു. അവൻ വിതച്ച കള വിതയിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം അത്ര സാമ്യമുള്ളതാണ്. അതിനാൽ വിതയോടൊപ്പം കളകളും വളരാൻ ദൈവം അനുവദിക്കുന്നു. എന്നാൽ അന്ത്യദിനത്തിൽ പിതാവ് നട്ടതല്ലാത്ത ചെടികളെല്ലാം പിഴുതു മാറ്റപ്പെടും. കൊയ്ത്തിന് പാകമാകുമ്പോൾ ദൈവം പറയും, ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിലെരിച്ചു കളയുവിൻ. അവ കെട്ടുകളായി ശേഖരിക്കുവിൻ. ഗോതമ്പ് എന്റെ ധാന്യപ്പുരകളിൽ സംഭരിച്ചു വയ്ക്കുവിൻ. ആകയാൽ ശിക്ഷയുടെ തീയിൽ അകപ്പെടാതിരിക്കുവാൻ വിശുദ്ധിയും ദൈവകൃപയും നഷ്ടപ്പെടാതിരിക്കാൻ പരിശ്രമിച്ചു കൊള്ളുവിൻ. ആമേൻ.